നമസ്കാരം. SSCയുടെ സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. ഡൽഹി പോലീസിലേക്കും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഇനി സബ് ഇൻസ്പെക്ടർ SI ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷയാണ് തുടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡൽഹി പോലീസിലേക്ക് കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, പിന്നെ ഡ്രൈവർ നോട്ടിഫിക്കേഷൻ വീഡിയോ ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചു. ഇപ്പോൾ സബ് ഇൻസ്പെക്ടറും കൂടെ റിലീസായിട്ടുണ്ട്. ഡൽഹി പോലീസിലേക്കും അതുപോലെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, പാരാമിലിറ്ററി ഫോഴ്സുകളിലേക്ക് ഇനി നിങ്ങൾക്ക് എന്താവാം, SI ആവാം. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ടായത് 26/9 സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 16 വരെ നിങ്ങൾക്ക് SSCയുടെ പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 17 ഒക്ടോബർ മാസം 17 മുന്നേ നിങ്ങൾ ഫീസും അടയ്ക്കണം. അപേക്ഷ അയക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ 24 ഒക്ടോബർ മുതൽ 26 ഒക്ടോബർ വരെ അതും ആക്റ്റീവ് ആവും. അപ്പോൾ അപേക്ഷ അയക്കുമ്പോൾ തെറ്റ് വരുത്താതെ അപ്ലൈ ചെയ്യുക, കാരണം അതിൻ്റെ ഫീസൊക്കെ അവർ ഈടാക്കുന്നുണ്ടാവും. ഡേറ്റ് ഓഫ് വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ. ഓക്കെ. പിന്നെ എക്സാമാണ് ആദ്യം. എക്സാമിൻ്റെ ഡേറ്റ് നവംബർ ഡിസംബർ. ഈ വർഷം നവംബർ ഡിസംബർ മാസത്തിൽ പരീക്ഷയും നടക്കും. ടെൻറ്റേറ്റീവാണ്, ചിലപ്പോൾ മാറാനും ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ജെൻഡർ ബാലൻസ്, അതായത് വുമൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റും, ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് കിട്ടാവുന്ന ശമ്പളം കാണാം. സാലറി പാക്കേജ് ലെവൽ 6 ആണ്. 35,400 തൊട്ട് 1,12,400 വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്ന പോസ്റ്റുകളാണെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഒരു നല്ലൊരു സാലറി പാക്കേജ് തന്നെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോബ് ആയതുകൊണ്ട്, യൂണിഫോം പോസ്റ്റൊക്കെ ആയതുകൊണ്ട് അതിൻ്റേതായ അലവൻസുകളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വേക്കൻസികൾ ടെൻറ്റേറ്റീവ് വേക്കൻസിയാണ്. വേക്കൻസി കൂടാനോ കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. കുറയില്ല, കൂടും. ഒരു ടൈം ആകുമ്പോൾ കൂടാറുണ്ട്. നമുക്ക് ഓപ്പൺ കാറ്റഗറിയിൽ വന്ന വേക്കൻസി ബോയ്സിന് ജനറൽ 50 വേക്കൻസി, OBC 27, SC 15, ST 8, EWSകാർക്ക് 14. അങ്ങനെ ഓപ്പൺ കാറ്റഗറി, അതായത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഓപ്പൺ കാറ്റഗറിയാണ് പറ്റുക. 114 വേക്കൻസിയാണ് ടോട്ടൽ. പിന്നെ എക്സ് സർവീസ്മാൻ 8 വേക്കൻസി, പിന്നെ എക്സ് സർവീസ്മാൻ സ്പെഷ്യൽ കാറ്റഗറിയിൽ 6 വേക്കൻസി, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ എംപ്ലോയീസ്, ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിനൊക്കെ 14 വേക്കൻസി ഉണ്ട്. അപ്പോൾ 142 വേക്കൻസിയാണ് ബോയ്സിന് വന്നിട്ടുള്ളത്. ഇതിലേക്കാണ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്ക് വേറെ വേക്കൻസി വന്നിട്ടുണ്ട്. 142 വേക്കൻസിയാണ് ബോയ്സിന് സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് ഡൽഹി പോലീസിലേക്ക് വന്നിട്ടുള്ളത്. ഇനി പെൺകുട്ടികൾക്ക് ഓപ്പൺ കാറ്റഗറിയിൽ 32 വേക്കൻസി ജനറൽ, 17 വേക്കൻസി OBCകാർക്ക്, 9 വേക്കൻസി SC, 5 വേക്കൻസി STകാർക്ക്, പിന്നെ EWSകാർക്ക് 7 വേക്കൻസി. അങ്ങനെ 70 വേക്കൻസിയാണ്. 70 വേക്കൻസി ടോട്ടൽ. ഇനി സബ് ഇൻസ്പെക്ടർ GD സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സാണ്. ഓരോ കാറ്റഗറി വൈസ് വേക്കൻസി കാണാം. ജനറൽ, EWS, OBC, SC, ST, അങ്ങനെ ടോട്ടൽ വേക്കൻസി ഞാൻ പറയാം. ഓരോ കാറ്റഗറി വൈസ് വേക്കൻസി വായിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ ലെങ്ത് കൂടും. നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കുക. ഫോഴ്സുകൾ ഞാൻ പറയാം. CRPF, BSF, ITBP, CISF, SSB തുടങ്ങിയ ഫോഴ്സുകളിലേക്കാണ് ഇപ്പോൾ നിലവിലെ വേക്കൻസികൾ വന്നിട്ടുള്ളത്. CRPF ബോയ്സിന് മൊത്തം 1006 വേക്കൻസിയാണ്. ഗേൾസിന് 23 വേക്കൻസി. അങ്ങനെ CRPFിലേക്ക് 1029 വേക്കൻസി വന്നിട്ടുണ്ട്. BSFിലേക്ക് ബോയ്സിന് 212 വേക്കൻസി, ഗേൾസിന് 11 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 223 വേക്കൻസി. ITBPയിലേക്ക് 198 വേക്കൻസി ബോയ്സിനും 35 വേക്കൻസി ഗേൾസിന് വന്നിട്ടുണ്ട്. 233 വേക്കൻസിയാണ് ടോട്ടൽ. CISFിലേക്ക് 1164 വേക്കൻസി ആൺകുട്ടികൾക്കും 130 വേക്കൻസി പെൺകുട്ടികൾക്കും. അങ്ങനെ ടോട്ടൽ 1294 വേക്കൻസി ഉണ്ട്. SSBയിലേക്ക് 71 വേക്കൻസി ആൺകുട്ടികൾക്കും 11 വേക്കൻസി പെൺകുട്ടികൾക്ക്. അങ്ങനെ ടോട്ടൽ വേക്കൻസി ഇവിടെ കാണാം 2861 വേക്കൻസിയാണ് ഗ്രാൻഡ് ടോട്ടൽ. ബോയ്സിന് മാത്രം 2651 വേക്കൻസിയും ഗേൾസിന് 210 വേക്കൻസിയാണ് അപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഡൽഹി പോലീസിലേക്കും പിന്നെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സുകളിലേക്കുള്ള വേക്കൻസിയുടെ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഏജ് ലിമിറ്റ് പറയുന്നത് 1/8/2025 അടിസ്ഥാനത്തിൽ നിങ്ങൾ വയസ്സ് കണക്കാക്കുക. 20 മുതൽ 25 വയസ്സ് വരെയാണ് പറയുന്നത്. 2/8/2000നും 1/8/2005 ഈ പറഞ്ഞ ഡേറ്റ് ഓഫ് ക്രൈറ്റീരിയ, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ജനറൽ ആണെങ്കിൽ SC STകാർക്ക് 5 വർഷവും OBCകാർക്ക് 3 വർഷം. എക്സ് സർവീസ്മാൻ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിനൊക്കെ അതിൻ്റേതായ ഇളവുകൾ കിട്ടുന്നുണ്ട്. 35 വരെയൊക്കെ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, 40 വരെയൊക്കെ. ഇനി ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി, ഇനി ഡിഗ്രിയാണ്, ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ബോയ്സിന് ഇവിടെ കാണാം സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക്
ബോയ്സിനാണ് വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ്, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ വേണം. മോട്ടോർ സൈക്കിൾ ആൻഡ് കാർ രണ്ടും വേണം. അപ്പോൾ ബോയ്സിന് ഡൽഹി പോലീസിലേക്ക്, സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വേണം? ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് കാറിൻ്റെയും ബൈക്കിൻ്റെയും നിങ്ങൾക്ക് വേണം. അത് ഫിസിക്കൽ എൻഡുറൻസും ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിൻ്റെ ടൈമിൽ ഉണ്ടായാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, CAPF സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് ഒന്നും വേണ്ട. ഈ പറയുന്ന ഗ്രാജുവേഷൻ മാത്രം മതി. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ് വരുന്നത്. സാധാരണ നടത്തുന്ന SSC പരീക്ഷയുടെ ഫീസ് തന്നെ 100 രൂപ. പെൺകുട്ടികൾക്കും SC/ST-കാർക്ക് എക്സ് സർവീസ് മാനൊന്നും ഫീസ് വരുന്നില്ല. ബാക്കിയുള്ള എല്ലാവർക്കും ഫീസ് വരുന്നുണ്ട്. 100 രൂപയാണ് ഫീസ് വരുന്നത്. പരീക്ഷാ സെൻറ്റർ നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട്. കർണാടക, കേരള റീജിയൻ പൊതുവെ നടത്തുന്ന പരീക്ഷാ സെൻറ്ററുകൾ തന്നെ എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ നിങ്ങൾക്ക് പരീക്ഷാ സെൻറ്ററും കേരളത്തിൽ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് എക്സാമാണ് പേപ്പർ 1, പേപ്പർ 2 2 എക്സാം ഉണ്ട്. പേപ്പർ 1-ൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 50 ക്വസ്റ്റ്യൻസ് 50 മാർക്കിന്, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻസ് 50 മാർക്കിന്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും 50-50, ഇംഗ്ലീഷ് കോംപ്രഹെൻഷനും 50-50 തന്നെയാണ്. 2 മണിക്കൂറാണ് പരീക്ഷയ്ക്ക് സമയം കിട്ടുന്നത്. OMR ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പേപ്പർ 2 ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. 200 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, 200 മാർക്കിനാണ്. അത് 2 മണിക്കൂർ എക്സാമിന് ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ടും 200 ക്വസ്റ്റ്യൻസ് 200 മാർക്കിന് തന്നെയാണ്. പക്ഷേ പേപ്പർ 2 സെക്കൻഡ് പേപ്പറിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ മാത്രമാണ് സബ്ജക്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പേപ്പർ 1 ആയതുകൊണ്ട് പേപ്പർ 1 പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പേപ്പർ 2 ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളെ ബുക്ക് പർച്ചേസ് ചെയ്ത് പഠിച്ച് തുടങ്ങിക്കോളും. അധികം സമയം കിട്ടുന്നില്ല. ഏകദേശം 2-3 മാസം മാത്രമാണ് നമുക്ക് പരീക്ഷയ്ക്ക് സമയം കിട്ടുക. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ഇനി NCC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് ബോണസ് മാർക്ക് കിട്ടുന്നുണ്ട്. C സർട്ടിഫിക്കറ്റിന് 10 മാർക്ക്, B സർട്ടിഫിക്കറ്റിന് 6 മാർക്ക്, A സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 4 മാർക്ക് ബോണസ് മാർക്ക് കിട്ടും. അപ്പോൾ അപേക്ഷ അയക്കുമ്പോൾ നിങ്ങൾ NCC സർട്ടിഫിക്കറ്റും കൂടി മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. അത് വിട്ടുകളയേണ്ട. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. 0.25 ആണ് 2 പേപ്പറും. 0.25 4 റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. അത് മറക്കണ്ട. അറിയുന്നത് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഇനി ഹൈറ്റ് വേണ്ടത് ആൺകുട്ടികൾക്ക് 170 സെൻറ്റിമീറ്റർ, ചെസ്റ്റ് വേണ്ടത് 80 സെൻറ്റിമീറ്റർ, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 85 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. വെയിറ്റ് പിന്നെ കറസ്പോണ്ടിങ് ടു ഹൈറ്റ് ആണ്. ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് നിങ്ങൾക്ക് വേണം. ഇനി ഫിസിക്കൽ ടെസ്റ്റ് ബോയ്സിന് വരുന്നത് 100 മീറ്റർ ഓട്ടം 16 സെക്കൻഡ് കൊണ്ട് ഓടിക്കയറണം. 1600 മീറ്റർ റണ്ണിങ് 6.5 മിനിറ്റ് കൊണ്ട് ഓടിക്കയറണം. ലോങ് ജമ്പ് 3.65 മീറ്റർ 3 ചാൻസ് കിട്ടും. ഹൈ ജമ്പ് 1.2 മീറ്റർ 3 ചാൻസ് കിട്ടും. ഷോർട്ട് പുട്ട് 4.5 മീറ്റർ നിങ്ങൾക്ക് 3 ചാൻസ് കിട്ടും. പെൺകുട്ടികൾക്ക് 100 മീറ്റർ 18 സെക്കൻഡ് കൊണ്ട് ഓടിക്കയറുക. 800 മീറ്റർ 4 മിനിറ്റ് കൊണ്ടും. ലോങ് ജമ്പ് 2.7 മീറ്റർ 3 ചാൻസ് കിട്ടുന്നുണ്ട്. ഹൈ ജമ്പ് 0.9 മീറ്റർ 3 ചാൻസ് കിട്ടും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ക്വാളിഫൈ ആവണം. അപ്പോൾ ആദ്യം പരീക്ഷ, പിന്നെ മെഷർമെൻറ്റ് ടെസ്റ്റ്, അത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റും വരുന്നുണ്ട്. മെഡിക്കൽ ടെസ്റ്റിൽ ഒരുവിധം എല്ലാം അവർ പരിശോധിക്കും. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കണ്ടക്ട് ചെയ്യും. ഇങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ ആയിട്ട് അവർ പറയുന്നത്. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് മുഴുവനായിട്ട് വരുന്നത്. സബ് ഇൻസ്പെക്ടർ പോസ്റ്റാണ്. ഡൽഹി പോലീസിലേക്കും സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സുകളിലേക്കാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 16-ാം തീയതി, ഒക്ടോബർ മാസം 16-ന് മുന്നേ നിങ്ങൾ SSCയുടെ പ്രൊഫൈൽ വഴി ആപ്ലിക്കേഷൻ അയയ്ക്കുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.